പോലീസ് നീതിപൂർവമായ രീതിയിലുള്ള സമീപനമാണ് ഞങ്ങളുടെ അടുത്ത് ഇത്രയും ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ്. ഏതായാലും ശവസംസ്കാരം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ശവസംസ്കാരം ചെയ്തതിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അതിൻ്റെ തീരുമാനം എന്താണ് എന്നറിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഇന്നത്തേക്ക് ഇതിനെ നടക്കും. ഇന്ന് തന്നെ നടക്കും. പോലീസ് അത്തരത്തിലുള്ള ഉറപ്പുകൾ തന്നിട്ടുണ്ട്. അല്ല, ഞങ്ങൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണല്ലോ നമ്മളിപ്പം ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഏത് വിധത്തിൽ കൂടെയാണ് അത് വന്നിരിക്കുന്നതെന്ന് അന്വേഷണ വിധേയമായിട്ട് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതനുസരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നിയമപരമായിട്ട് പോകേണ്ടതാണെങ്കിൽ പോകേണ്ടി വരും. അത് പോയേ പറ്റുള്ളൂ. കൊടുക്കുന്നുണ്ടല്ലോ. നമ്മളതിന് തീരുമാനം ഉണ്ടാക്കണമല്ലോ. അത് എന്തായാലും ആരാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിനെ മുന്നോട്ട് കൊണ്ടുവരണം. അതാണ് നമ്മുടെ തീരുമാനം. ഇന്ന് തന്നെ ഉണ്ടാകാമെന്നുള്ളതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ ഭാര്യയുടെ ഓപ്പറേഷൻ മുഖാന്തരമുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ ബാങ്കിൽ നിന്ന് ആവശ്യപ്പെട്ട് അടച്ച പൈസ തിരിച്ചാവശ്യപ്പെട്ടപ്പോൾ അവർ അവഗണിക്കുകയും അപമര്യാദയായിട്ട് പെരുമാറുകയും മുൻകൂർ തള്ളുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം മനംനൊന്താണ് ഈ ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തിനെ കൂടുതൽ മാനസികമായിട്ട് തകർത്തത്. അദ്ദേഹം ഒരു ആയുഷ്കാലം കിടന്ന് പണിയെടുത്ത പൈസയാണ് ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചത്. അത് കുറച്ചായിട്ട് ചെറിയ പൈസയാണ് അദ്ദേഹം ചോദിച്ചത്. 2 ലക്ഷം രൂപയാണ് ചോദിച്ചത്. അപ്പോൾ അതുപോലും അവർ കൊടുക്കാൻ തയ്യാറാകാതെ അവർ അവിടുന്ന് അപമാനിച്ചിറക്കി വിടുകയും ഉന്തുവോ തള്ളുവോ അങ്ങനെയുള്ള പീഡനങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. അതിൽ മനംനൊന്ത് അദ്ദേഹം. എൻ്റെ പേര് ജോയി.